പനയമ്പാടത്തെ 4 വിദ്യാർത്ഥിനികളുടെ മരണത്തിന് ഇടയാക്കിയ സംഭവത്തിൽ വിവിധ വകുപ്പുകളുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ജില്ലാ കളക്ടർക്ക് കൈമാറും. തുടർന്ന് തിരുവനന്തപുരത്ത് നടക്കുന്ന യോഗത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കും. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. അതേസമയം തന്നെ ഈ പനയമ്പാടത്തെ നവീകരണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന വാർത്തയുമുണ്ട്. അപ്പോൾ അതിൻ്റെയും വിശദാംശങ്ങളിലേക്കാണ് പോകേണ്ടത്. അരുൺ, ഈ അന്വേഷണ റിപ്പോർട്ടിൽ എന്ത് കൃത്യമായി മറ്റൊരു സ്ഥലത്ത് ഈ റിനോവേഷൻ നടപടികൾ നടക്കുകയാണ്, അതേസമയം തന്നെ ഈ റിപ്പോർട്ടിൽ എന്തു പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് ഈ അപകടങ്ങൾ ആവർത്തിക്കുന്ന പശ്ചാത്തലത്തിൽ. അരുൺ, തീർച്ചയായിട്ടും വീണ, കഴിഞ്ഞ ദിവസമാണ് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പനയമ്പാടത്ത് സുരക്ഷാ പരിശോധന നടത്തുകയുണ്ടായത്. ഏതായാലും ആ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് സമർപ്പിക്കും എന്നുള്ളതാണ്. കളക്ടർ അത് തിരുവനന്തപുരത്തേക്ക് അയക്കുകയും അവിടെ യോഗം ചേരുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ചർച്ചകൾ നടക്കുകയും ചെയ്യും. അതായത് എന്താണ് ഇനി അധികമായിട്ട് ഈ പനയമ്പാടത്ത് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ട നടപടികൾ എന്നുള്ളത് തന്നെയായിരിക്കും ആ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക. മാത്രമല്ല, ഇങ്ങനെ മഴ പെയ്യുമ്പോഴും മറ്റും ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാവുന്നുണ്ട്. അതിനെന്തൊക്കെയാണ് കാരണങ്ങൾ? നേരത്തെ IIT ഉൾപ്പെടെ ഒരു പഠനം നടത്തിയിരുന്നു. ആ പഠനത്തിൻ്റെ ഉൾപ്പെടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ പരിശോധന നടന്നിരിക്കുന്നത്. ആ IIT ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണോ, അതോ അതിൽ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ നടപടികൾ ഇവിടെ സ്വീകരിക്കേണ്ടതായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ ഈ റിപ്പോർട്ട് കളക്ടർക്ക്, വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും. അതിനുശേഷം തിരുവനന്തപുരത്ത് അത് യോഗത്തിൽ ചർച്ചയാവും എന്നുള്ളതാണ്. മാത്രമല്ല, നാളെ മറ്റോ അവലോകന യോഗവും ഈ റിപ്പോർട്ടിന്മേൽ ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു റിവ്യൂ മീറ്റിംഗ് കൂടെ സംഘടിപ്പിക്കുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തീരുമാനം എന്തെന്നുള്ളതിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ജനപ്രതിനിധികളെ ഉൾപ്പെടെ വിളിച്ചുകൊണ്ടുള്ള, വിവിധ രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ചുകൊണ്ടുള്ള ഒരു റിവ്യൂ മീറ്റിംഗ് ഉണ്ടാവും എന്നുള്ളതായിരുന്നു മന്ത്രിമാർ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞിരുന്നത്. അത് ചൊവ്വാഴ്ചയായിരിക്കും നടക്കുക എന്നുള്ളതും അറിയിച്ചിരുന്നു. ഏതായാലും നാളെ അത്തരം യോഗം ഉണ്ടാവുമോ എന്നുള്ളത് ഇനി അറിയേണ്ടതുണ്ട്. അതേസമയം തന്നെ ഈ റോഡിൽ വിവിധയിടങ്ങളിൽ വളരെ മിനുസമായിട്ട് തന്നെ റോഡ് മാറിയിട്ടുണ്ട്. നേരത്തെ ഇത് പരിക്കനാക്കുന്ന നടപടികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ ഡയമണ്ട് കട്ടിങ് നടപടികളും മറ്റുമൊക്കെ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ആ റോഡിൽ എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ടുള്ളത്. കൂടുതൽ ഈ അപകടങ്ങളും മറ്റും ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആ റോഡിൽ വേഗതാ നിയന്ത്രണമൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ ഏർപ്പെടുത്തിയിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ഡയമണ്ട് കട്ടിങ് റോഡിൽ വിവിധയിടങ്ങളിൽ മിനുസമായി മാറിയിട്ടുള്ള വിവിധയിടങ്ങളിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ കുട്ടികൾ മരിച്ച ആ സംഭവത്തിൽ ഈ കരിമ്പ സ്കൂളിൽ ഇന്നിപ്പോൾ അവിടെ ഒരു അനുസ്മരണ യോഗം നടക്കുകയുണ്ടായി എന്നുള്ളതാണ്. ഈ അപകടത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ സ്കൂൾ വീണ്ടും ചേർന്നത്. ആ സമയത്താണ് അവിടെ അനുസ്മരണ യോഗവും മറ്റും നടന്നത്. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റുമൊക്കെ വളരെ ദുഃഖത്തോടു കൂടെ തന്നെ തങ്ങളുടെ സഹപാഠികളെ, ഒപ്പം തങ്ങളുടെ ആ പിഞ്ചോമനകളെ ഓർക്കുന്ന ഒരു സാഹചര്യമായിരുന്നു സ്കൂളിൽ ഇന്ന് കാണാൻ കഴിഞ്ഞത്. ഓക്കെ, ശരി അരുൺ. ഏതായാലും നവീകരണ നടപടികൾ ആരംഭിച്ച കാര്യം കൂടി അരുൺ വ്യക്തമാക്കുകയാണ്. സംയുക്ത പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഡയമണ്ട് കട്ടിംഗ് അടക്കമുള്ള നടപടികൾ നടക്കുന്നത്.